അവിടുത്തെ UB ഗ്രൂപ്പുകാർ കൊടുത്ത സ്വർണത്തിൻ്റെ തൂക്കം എല്ലാവർക്കും അറിയാം. 40.800 40 കിലോ 800 ഗ്രാമിൽ ഏകദേശം 30 കിലോയോളം മാത്രമേ പതിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്ന് മുതൽ 1998 99 മുതൽ അന്നുള്ള മിച്ചമുള്ള സ്വർണത്തിനെക്കാട്ടിലും സ്വർണത്തിൻ്റെ കണക്ക് വരണം. ഇപ്പോൾ ഇത് പൂശിയ ശേഷം എത്രത്തോളം മിച്ചം അവിടെയുണ്ട്, വെളിയിലിട്ട് എത്ര പോയി എന്നുള്ള കണക്ക് വരണം. അതുകൂടാതെ ശബരിമലയിലെ പല പല കാലാകാല സന്ദർഭങ്ങളിൽ 1998 മുതൽ പലരും ശബരിമല ഭക്തന്മാർ പലരും അവിടെ സ്വർണം കൊടുത്തിട്ടുണ്ട്, പൂശാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിനെല്ലാം വരണം. ഏതായാലും ഇപ്പോഴത്തെ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന SIT ടീമിന് ഒരു കാലപരിധി ഹൈക്കോടതി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനിപ്പുറം തീർച്ചയായിട്ടും 2019 ആ വർഷത്തിൽ ഇവിടുന്ന് സ്വർണം അടിച്ചു മാറ്റിയത് മാത്രം കംപ്ലീറ്റ് ചെയ്ത് കുറ്റചാർജ് കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രിമാർക്കും അങ്ങനെയുള്ളവർക്ക് എത്രത്തോളം ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്, അത് തന്നെയല്ല ആ ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്പെഷ്യൽ സെക്രട്ടറി ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ഇതുവരെ അദ്ദേഹത്തിൻ്റെ കാര്യം ആരും പറഞ്ഞതായിട്ട് കണ്ടില്ല. അതിനകത്ത് ദേവസ്വം ബോർഡിൻ്റെ ചാർജുള്ള സ്പെഷ്യൽ സെക്രട്ടറി ആരാണ്, അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ലേ, IAS കാരൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ധാരാളം പ്രശ്നങ്ങൾ SITക്ക് നോക്കാനുണ്ട്.